കൺസംഷൻ, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം കൺസംഷൻ നോക്കാം. ഉപഭോഗം. കൺസംഷൻ, ഉപഭോഗം എന്ന് ചെന്നിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു. ആ ചോക്ലേറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യാണ്, ഉപയോഗിക്കുകയാണ്, കഴിക്കുകയാണ്. അപ്പം അതിനെയാണ് എന്ത് കൺസംഷൻ. നമ്മളത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അത് ഉപയോഗിക്കുകയാണ്. അതിനെയാണ് എന്ത് കൺസംഷൻ എന്ന് പറയുന്നത്. വരുമാനത്തിന്റെ വിവിധ നിലവാരങ്ങളിൽ വരുമാനവും ഉപഭോഗവും തമ്മിലുള്ള ധർമ്മപരമായ ബന്ധത്തെ ഉപഭോഗധർമ്മം എന്ന് പറയുന്നു. ഗാർഹിക യൂണിറ്റുകളുടെ ഉപഭോഗചോദനം അവയുടെ വിനിയോഗ യോഗ്യ വരുമാനത്തിന്റെ അളവിനെ ആശ്രയിച്ചിരിക്കും. വരുമാനം കൂടുതൽ ലഭിക്കുമ്പോൾ അവർ കൂടുതൽ ചെലവാക്കുകയും കുറയുമ്പോൾ കുറച്ചു മാത്രം ചെലവാക്കുകയും ചെയ്യും. വരുമാനം വളരെ കുറവാണെങ്കിൽ അത് മുഴുവൻ അത് ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ചെലവഴിക്കുകയും എന്നും വരാം. എന്നാൽ വരുമാനത്തിലുണ്ടാകുന്ന വർധനവ് മുഴുവനും ഉപഭോഗത്തിനായി ചെലവാക്കുക സാധാരണമല്ല. വരുമാനത്തിലുണ്ടാകുന്ന വർധനവിന്റെ ഒരു ഭാഗം അവർ മിച്ചം വയ്ക്കും. ഇതിനെ മിച്ചം വയ്ക്കുന്നത് നമുക്ക് സേവിങ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വരുമാനം വർദ്ധിക്കുന്നതിന്റെ ഫലമായി ഉപഭോഗത്തിലുണ്ടാകുന്ന വർധനവിന്റെ തോതിനേക്കാൾ കുറവായിരിക്കും. ഉപഭോഗവും വരുമാനം തമ്മിലുള്ള ഈ ധർമ്മപരമായ ബന്ധത്തെയാണ് ഉപഭോഗധർമ്മം അഥവാ കൺസംഷൻ ഫംഗ്ഷൻ ഓർ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത്. നമുക്ക് അടുത്തത് സേവിങ്സ് ഫംഗ്ഷൻ നോക്കാം. സമ്പാദ്യ ധർമ്മം എന്ന് പറയുന്നത്. വരുമാനത്തിൽ നിന്നും ചെലവാക്കാത്ത ഭാഗത്തെ സമ്പാദ്യം എന്നും പറയുന്നു. സമ്പാദ്യവും വരുമാനവും തമ്മിലുള്ള ധർമ്മപരമായ ബന്ധത്തെ സമ്പാദ്യധർമ്മം എന്നും പറയുന്നു. ഉപഭോഗധർമ്മവുമായി വളരെയധികം ബന്ധപ്പെട്ട സംഖ്യയാണ് സമ്പാദ്യധർമ്മം. സേവിങ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിനിയോഗയോഗ്യ വരുമാനം മിച്ചം വയ്ക്കുകയോ ചെലവഴിക്കുകയോ രണ്ടും കൂടിയോ ആകാം. വരുമാനം വർദ്ധിക്കുമ്പോൾ സമ്പാദ്യം വർദ്ധിക്കാം. സമ്പാദ്യവും വരുമാനവും തമ്മിലുള്ള ധർമ്മപരമായ ബന്ധത്തെയാണ് സമ്പാദ്യധർമ്മം എന്ന് പറയുന്നത്. ഇങ്ങനെ സമ്പാദ്യാഭിനിവേശം പ്രൊപ്പൻസിറ്റി ടു സേവ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് ഈ ഉപഭോഗ പ്രവണതയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിനെ, അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് ഇൻകം കിട്ടി, നമുക്ക് എല്ലാ മാസവും ഇൻകം കിട്ടുന്നുണ്ടല്ലേ, ഇൻകം കിട്ടി, അപ്പൊ വരുമാനം ഉണ്ട്. അപ്പൊ അതിൽ നിന്നിട്ട് കൺസംഷന്, ഉപഭോഗത്തെ, ഇപ്പൊ ചില ജീവിതാവശ്യങ്ങളാണ് കൂടുതൽ ഉപഭോഗങ്ങളായിട്ട് വരുന്നത്, അതിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക്. സാധാരണയായി ജനങ്ങൾ കുറച്ച് ചെലവാക്കുകയും കൂടുതൽ സമ്പാദിക്കുകയും ചെയ്യുന്നത് പലിശ നിരക്ക് ഉയരുമ്പോഴാണ്. അതായത് പലിശ നിരക്ക് കൂടുതലാണെങ്കിൽ ഉപഭോഗം കുറവായിരിക്കും. പലിശ ഇനത്തിൽ ഒരു നിശ്ചിത വരുമാനം ആഗ്രഹിക്കുന്നവര് ഉയർന്ന പലിശ നിരക്കുള്ളപ്പോൾ കുറച്ച് പണം നിക്ഷേപിച്ചാൽ മതി. ഇങ്ങനെ മിച്ചമുണ്ടാകുന്ന തുക ഉപഭോഗത്തെ പ്രോത്സാഹിപ്പിക്കും. അടുത്ത പ്രൈസ് ആൻഡ് വേജ് ലെവൽ, വിലവേതന നിലവാരങ്ങളിലെ മാറ്റം. മറ്റു കാര്യങ്ങൾക്കു മാറ്റമില്ലാതിരിക്കെ പൊതു നിലവാരത്തിൽ ഉയർച്ച എന്ന് പറഞ്ഞാൽ വരുമാനം കുറഞ്ഞു എന്നാണ് അർത്ഥം. വരുമാനം കുറയുമ്പോൾ ഉപഭോഗം കുറയാനാണ് സാധ്യത. വേതന നിരക്ക് ഉയരുന്നു എന്ന് പറയുന്നത് വരുമാനം വർദ്ധിക്കുന്നു എന്ന് പറയുന്നതിന് അപ്പോൾ സ്വാഭാവികമായും വേതന വർധനവിനോടൊപ്പം തൊഴിലാളി വർഗത്തിന്റെ ഉപഭോഗവും വർദ്ധിക്കും. അടുത്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, വരുമാനത്തിന്റെയും ധനത്തിന്റെയും വിതരണം എന്ന് പറയുന്നത്. നമുക്ക് ഇൻകം കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതും സേവ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും. ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഉപഭോഗ പ്രവണത അവിടുത്തെ ജനങ്ങളുടെ ഇടയിലുള്ള ധനത്തെയും വരുമാനത്തെയും വിതരണത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അതുല്യ വരുമാന വിതരണം ഉപഭോഗത്തെ കുറയ്ക്കുകയും തുല്യ വരുമാന വിതരണം ഉപഭോഗ പ്രവണതയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ അടുത്താണ് പണവരുമാനം, മണി ഇൻകം എന്ന് പറയുന്നത്. ഉപഭോഗത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പണവരുമാനമാണ്. പണവരുമാനം വർദ്ധിപ്പിക്കുമ്പോൾ ഉപഭോഗവും വർദ്ധിക്കും. പക്ഷേ ഉപഭോഗ പ്രവണത വരുമാനം കുറവുള്ളപ്പോൾ കൂടുതൽ, വരുമാനം കൂടുതലുള്ളപ്പോഴും കുറവായിരിക്കും. അടുത്ത നമുക്ക് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആൻഡ് പ്രൊപ്പൻസിറ്റി ടു സേവ്, അതായത് ഉപഭോഗ പ്രവണതയും സമ്പാദ്യ പ്രവണതയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ആണ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത്.
കൺസ്യൂമർ. മലയാളം എന്താ? ഉപഭോഗ പ്രവണത. അതിൽ തന്നെ എന്തുണ്ട്? ഏവറേജ്. ഏവറേജ് എന്ന് പറയുന്നത് ശരാശരി. പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ശരാശരി ഉപഭോഗ പ്രവണത. അടുത്തത് മാർജിനൽ. മാർജിനൽ propensity to consume. ഓക്കെ, അപ്പോൾ ഇത് കാണാനായിട്ട് ഇക്വേഷൻസ് ഉണ്ട്. APC എന്ന് പറയുന്നത് ഏവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമർ, ശരാശരി പ്രൊപ്പൻസിറ്റി ടു ശരാശരി ഉപഭോഗ പ്രവണത. ടോട്ടൽ കൺസംഷൻസ്, ചേഞ്ച് ഇൻ ടോട്ടൽ കൺസംഷൻ ബൈ ചേഞ്ച് ഇൻ ടോട്ടൽ ഇൻകം. ഇനി MPC, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, സീമാന്ത ഉപഭോഗ പ്രവണത. ടോട്ടൽ കൺസംഷൻ ബൈ ഇൻകം, ഇതാണ് APC എന്ന് പറയുന്നത്. ഇനി പ്രൊപ്പൻസിറ്റി ടു സേവ് ഉണ്ട്. സമ്പാദ്യ പ്രവണത. അതായത് നമ്മൾക്ക് കിട്ടുന്ന ഇൻകം ഈ മാസം 10,000 കിട്ടിയെന്ന് വിചാരിക്കാം, അടുത്ത മാസം 15,000 കിട്ടിയെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ മുന്നേ ചെലവാക്കിയ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയ കാശിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോ സേവ് ചെയ്യും. ചിലപ്പോ ഒരു 2,000 രൂപയോ 3,000 രൂപയോ നമുക്ക് ഇൻകത്തിന് ആനുപാതികമായിട്ട് എന്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ ഡിപ്പെൻഡ് ഓൺ ഇൻകം. അപ്പൊ APS, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്. നേരത്തെ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമർ കണ്ട പോലെ തന്നെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവും എന്താ? ടോട്ടൽ ചേഞ്ച് ഇൻ ടോട്ടൽ സേവിങ്സ് ബൈ ചേഞ്ച് ഇൻ ഇൻകം. ഇനി MPS ഉണ്ട്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. അതെങ്ങനെയാ? സേവിങ്സ് ബൈ ടോട്ടൽ സേവിങ്സ് ബൈ ഇൻകം.